H1B വിസ റിന്യൂവലിന് വില കൂട്ടിയതോടെ അമേരിക്കയിലേക്ക് പോണ ഇന്ത്യക്കാർ തിരിച്ചടി നേരിട്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇതൊരു ബ്ലെസ്സിംഗ് ആൻഡ് ഡിസ്ഗൈസ് എന്നുള്ള അഭിപ്രായമാണ് സോഹോയുടെ സിഇഒ ആയ ശ്രീധർ വെമ്പു. ഇന്ത്യയിൽ തന്നെയുള്ള കൈവറ്റ് യുവത്വം പുറം രാജ്യങ്ങളിൽ പോകാതെ നമ്മുടെ നാടിന് വേണ്ടി തന്നെ സംഭാവന ചെയ്യാൻ ഈ വിസ വിലക്കയറ്റം പ്രേരിപ്പിക്കുമെന്നാണ് വെമ്പു പറയുന്നത്. ശരിക്കും ആരാ ശ്രീധർ വെമ്പു? തന്റെ ബിസിനസ്സിൽ അയാൾ കൊണ്ടുവന്ന ഇത്തരം ദേശീയ നയങ്ങൾ എങ്ങനെ സോഹോയെ ഒരു $12.5 ബില്യൺ ആസ്തിയുള്ള ഒരു കമ്പനിയാക്കി മാറ്റി? ഫൈൻഡ് ഔട്ട് ഇൻ ടുഡേസ് എപ്പിസോഡ് ഓഫ് അൺബീറ്റൻ, where we share the stories of unstoppable journeys towards success. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ജനിച്ച് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച വെമ്പു സിലിക്കൺ വാലിയിലെ കോൾകോമിന് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു. കഴിവുള്ള ഇന്ത്യൻ എഞ്ചിനീയർമാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു അന്നത്തെ സിലിക്കൺ വാലിയെങ്കിലും ഇന്ത്യക്കാർ എന്തുകൊണ്ട് സ്വന്തം കമ്പനി തുടങ്ങിയില്ല എന്ന ചിന്തയാണ് ശ്രീധർ വെമ്പുവിനെ അഡ്വൻനെറ്റിലേക്ക് നയിച്ചത്. അഡ്വൻനെറ്റ് ആണ് പിന്നീട് നമ്മൾ അറിയപ്പെടുന്ന സോഹോയി മാറിയത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളായിരുന്നു സോഹോ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. സോഹോയുടെ കോമ്പറ്റീറ്റേഴ്സ് ലാർജ് എന്റർപ്രൈസുകൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിച്ചപ്പോൾ സോഹോ ഫോക്കസ് ചെയ്ത് സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്സുകളായിരുന്നു. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസുമായി താരതമ്യം ചെയ്യുമ്പോൾ 1/3 മാത്രമാണ് സോഹോ ചാർജ് ചെയ്തിരുന്നത്. ഇത് മറ്റുള്ള ബിസിനസ്സുകളെ അവരിലേക്ക് അട്രാക്റ്റും ചെയ്തു. തങ്ങളുടെ സോഫ്റ്റ്വെയർ വാങ്ങുന്ന കമ്പനികളെല്ലാം ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാക്കാൻ സോഹോന് സാധിച്ചു. എങ്ങനെ? കമ്പനികൾ പൊതുവെ ഉപയോഗിച്ചിരുന്ന തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകൾക്ക് പകരം എന്തിനും ഏതിനും സോഹോ അവരുടെ സോഫ്റ്റ്വെയറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫിനാൻസ് HR സോഫ്റ്റ്വെയറുകൾക്ക് പുറമെ അവരുടേതായ ഓഫീസ് സ്യൂട്ട് സോഫ്റ്റ്വെയറുകൾ വരെ സോഹോ കൊണ്ടുവന്നു. 96 കമ്പനി തുടങ്ങിയ ശേഷം ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് പോലും റേസ് ചെയ്യാതെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബൂട്ട് സ്റ്റാപ്പ് കമ്പനിയാക്കി സോഹോയെ മാറ്റിയത് ഇതൊന്നും മാത്രമല്ല. അതെന്തെന്നറിയാൻ കാത്തിരിക്കൂ അടുത്ത വീഡിയോക്ക്.